അവന്റെ വിശുദ്ധന്മാരവനെ ഭയപ്പെടുന്നതിനാൽ അവന്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടുണ്ടാകില്ല. അവന്റെ വിശുദ്ധന്മാരവനെ ഭയപ്പെടുന്നതിനാൽ അവന്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടുണ്ടാകില്ല. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദാവീദിനെ കൊല്ലുവാനായി ശൗൽ രാജാവ് അന്വേഷിച്ച് നടക്കുന്ന കാലം, ദാവീദ് ഫെലിസ്ത്യ ദേശത്തേക്ക് ഓടി രക്ഷപ്പെടുന്നു. തങ്ങളുടെ മല്ലനായ ഗോലിയാത്തിനെ കൊന്ന ദാവീദാണ് അവൻ എന്ന് തിരിച്ചറിഞ്ഞ ജനം ദാവീദിനെ അബീമേലെക്ക് എന്ന പരമ്പരാഗത നാമത്തിൽ അറിയപ്പെട്ടിരുന്ന അഖീഷിൻ്റെ മുൻപാകെ എത്തിച്ചു. തനിക്ക് വരുവാൻ പോകുന്ന അപകടം മനസ്സിലാക്കിയ ദാവീദ് അഖീഷിൻ്റെ മുൻപിൽ ബുദ്ധിഭ്രമം നടിക്കുകയും രാജാവ് ദാവീദിനെ വിട്ടയക്കുകയും ചെയ്തു. 1 ശമൂവേൽ 21:10-15 വാക്യങ്ങൾ. ഈ പശ്ചാത്തലത്തിൽ ദാവീദ് രചിച്ച ഒരു സങ്കീർത്തനമാണ് 34-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൽ ദാവീദ് നമുക്ക് നൽകുന്ന ചില ചിന്തകൾ പ്രഭാതത്തിൽ ധ്യാനിക്കാം. 1. എല്ലായ്പ്പോഴും എല്ലാറ്റിനും ദൈവത്തെ സ്തുതിക്കണം. 34-ാം സങ്കീർത്തനം 1 മുതൽ 4 വരെ. സ്തുതി ആശ്രയത്തെ സൂചിപ്പിക്കുന്നു. ഞാൻ ഏതുമില്ല എന്ന അവബോധം നമ്മിൽ ഉണ്ടാകുമ്പോഴാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ദാവീദ് ദൈവത്തെ സ്തുതിക്കുവാനുള്ള കാരണം യഹോവ സകല ഭയത്തിൽ നിന്ന് തന്നെ വിടുവിച്ചു എന്നതാ. 34-ാമത്തെ വാക്യം. ഗോലിയാത്തിൻ്റെ മുൻപിൽ യാതൊരു പ്രതീക്ഷയുമില്ലാതെ ഇസ്രായേൽ സൈന്യം നിര നിൽക്കുമ്പോൾ ആണ് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ഒരു കവണയും കല്ലുമായി ദാവീദ് ഗോലിയാത്തിനെ നേരിട്ടത്. ഗോലിയാത്തിൻ്റെ നേരെ ചെല്ലുമ്പോൾ ദാവീദ് പറഞ്ഞത്, ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് സർവ്വഭൂമിയും അറിയും എന്ന്. 1 ശമൂവേൽ 17:45-46 വാക്യങ്ങൾ. ദൈവത്തിലുള്ള ആശ്രയം മാത്രമാണ് ഭയം കൂടാതെ ഗോലിയാത്തിൻ്റെ മുൻപിൽ നിൽക്കുവാൻ ദാവീദിനെ ബലപ്പെടുത്തിയത്. യെഹോശാഫാത്ത് രാജാവും ജനവും ഒരുമിച്ച് കൂടി യഹോവയായി ദൈവത്തിൽ ആശ്രയിച്ച് അത്യുച്ചത്തിൽ പാടി സ്തുതിച്ചപ്പോഴാണ് അവർക്കെതിരായി വന്ന ശക്തരായ 3 രാജാക്കന്മാരും സൈന്യവും തോറ്റോടിയത്. 2 ദിനവൃത്താന്തം 20-22. വിജയം വരിച്ച ജനം ബെരോഖ താഴ്വരയിൽ ഒരുമിച്ച് കൂടി യഹോവയ്ക്ക് സ്തോത്രമർപ്പിച്ചു. തന്മൂലം ബെരോഖ താഴ്വര അറിയപ്പെടുന്നത് സ്തോത്രത്തിൻ്റെ താഴ്വര എന്നാണ്. 2 ദിനവൃത്താന്തം 20-26. ദൈവത്തിൽ പൂർണ്ണാശ്രയം വെച്ച രാജാവ് സ്തുതിക്കുമ്പോൾ സകലത്തെ നിയന്ത്രിക്കുന്ന യഹോവയുടെ കരം അവിടെ പ്രവർത്തിച്ചു. അതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ നമുക്കെപ്പോഴും ദൈവത്തെ സ്തുതിക്കാം. 2. എപ്പോഴും ദൈവത്തിലേക്ക് മാത്രം നോക്കണം. 34-ാമത്തെ വാക്യം. അവങ്കിലേക്ക് നോക്കുന്നവരാണ് പ്രകാശിതരാകുന്നത്. യഹോവയെ നോക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. തനിക്കുണ്ടാകാവുന്ന എല്ലാ അപകട സാഹചര്യങ്ങളിലും യഹോവയെങ്കിലേക്ക് മാത്രം ദാവീദ് നോക്കി. സങ്കീർത്തനം 121-2 വാക്യങ്ങൾ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നത്, സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്ങളിലേക്ക് എൻ്റെ കണ്ണ് ഉയർത്തുന്നു. സ്വർഗത്തിലേക്ക് കണ്ണുയർത്തുന്നു എന്നത് ദൈവത്തിലുള്ള ആശ്രയത്തെ സൂചിപ്പിക്കുന്നു. ഈ ഭൂമിയിൽ ആശ്രയിപ്പാൻ യേശു കർത്താവല്ലാതെ മറ്റാരും നമുക്കില്ല. മറ്റെല്ലാ ആശ്രയങ്ങളും നമ്മിൽ നിന്ന് അകന്നു പോകും. എന്നാൽ യഹോവയായ ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അവൻ മാത്രമാണ് നല്ലവൻ. 34-8 വാക്യം. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവെ മാത്രം നോക്കി യാത്ര ചെയ്യാം. എബ്രായർ 12-2 വാക്യം. 3. എപ്പോഴും ദൈവത്തെ മാത്രം ഭയപ്പെടണം. 34-9 വാക്യം. ഒന്നിനെയും ഭയമില്ലാത്ത ഒരു തലമുറയാണ് ഇന്ന് വളർന്നു വരുന്നത്. മാതാപിതാക്കന്മാരെ ഭയമില്ല, സമൂഹത്തെ ഭയമില്ല, രാജ്യത്തിൻ്റെ നിയമത്തെ ഭയമില്ല, ദൈവത്തെ പോലും ഭയമില്ല. ദാവീദ് പറയുന്നത് ദൈവത്തെ ഭയപ്പെടുക എന്ന്. ദൈവത്തെ ഭയപ്പെടുകയും ദൈവ വഴിയിൽ തടുക്കുകയും ചെയ്യുന്നവരാണ് ഭാഗ്യവാന്മാർ. സങ്കീർത്തനം 128-1 വാക്യം. യഹോവയെ ഭയപ്പെടുന്നവരെ തിരിച്ചറിയുന്നതിനുള്ള മാർഗം ദാവീദ് ഇവിടെ പറയുന്നുണ്ട്. സങ്കീർത്തനം 34-13-14 വാക്യങ്ങൾ. യഹോവയെ ഭയപ്പെടുന്നവർ നാവിനെ കൊണ്ട് ദോഷം പറയില്ല, നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കും, അതായത് നിർമ്മല ജീവിതം നയിക്കും.
അതരം കൊണ്ട് വ്യാജം പറയില്ല, അതായത് നിഷ്കളങ്ക ജീവിതം നയിക്കും. ദോഷം പ്രവർത്തിക്കാതെ ഗുണം മാത്രം ചെയ്യും, അതായത് മറ്റുള്ളവർക്ക് ഗുണകരമാകത്തക്ക വിധത്തിലുള്ള പ്രവൃത്തികൾ മാത്രം ചെയ്യും. സമാധാനത്തെ പിന്തുടരും, അതായത് സമൂഹത്തിലും സഭയിലും ഭവനത്തിലും എല്ലാം സമാധാനം ഉളവാകുന്ന വിധത്തിൽ പ്രവർത്തിക്കും. മുകളിൽ പറഞ്ഞ പ്രത്യേകതകൾ നമ്മിലുണ്ടെങ്കിൽ നാമും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ ആണ്. 4. എപ്പോഴും ദൈവസന്നിധിയിൽ നിലവിളിക്കണം. 34:17. നിലവിളി പ്രാർത്ഥനാസുരമാണ്. വിശ്വാസിയുടെ ജീവശ്വാസമാണ് പ്രാർത്ഥന. പ്രാർത്ഥനാ ജീവിതത്തിന് മാതൃകയായി നമ്മുടെ മുൻപിൽ യേശു മാത്രമാണുള്ളത്. അതിരാവിലെയും ഇരുട്ടുള്ളപ്പോഴും രാത്രി മുഴുവനും എല്ലാം യേശു പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ കൂടി യേശു പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ നമ്മുടെയും പ്രാർത്ഥന ദൈവ ഇഷ്ടത്തിന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നതായിരിക്കണം. അപ്പോൾ മാത്രമേ ദൈവം തൻ്റെ കൃപ നമ്മിൽ ചൊരിയുകയും പ്രതികൂലങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുകയും ചെയ്യൂ. കർത്താവേ, എപ്പോഴും നിന്നെ സ്തുതിക്കുകയും നിന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അധരം എനിക്കും തരണമേ. ആമേൻ. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും. ദൈവഭക്തനോ ഒരു നന്മയ്ക്കും കുറവില്ല. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും. ദൈവഭക്തനോ ഒരു നന്മയ്ക്കും കുറവില്ല. അവന്റെ കരുണ ദിനവും അവന്റെ ഭക്തൻ ഉള്ളതിനാ അനന്ത നന്മകൾ അനുഭവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ കരുണ ദിനവും അവന്റെ ഭക്തൻ ഉള്ളതിനാ അനന്ത നന്മകൾ അനുഭവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുവിൻ, അവന് ശരണം